മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവപുത്രൻ എന്ന സ്ഥാനം ഉണ്ടായിട്ടും അതെല്ലാം മറന്ന് ഈ മണ്ണിൽ മാനവകുലത്തിന് വേണ്ടി വേദനകൾ ഏറ്റുവാങ്ങിയ യേശുനാഥന്റെ പീഡാനുഭവ വഴിയിൽ സ്വയം ചരിച്ച് ഈ ലോകം വച്ചു നീട്ടുന്ന പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള സന്ദേശവുമായി തിരുസഭാ മാതാവ് 50 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മരുഭൂമിയിലെ ഉപവാസകാലത്ത് പ്രലോഭകൻ വച്ചു നീട്ടിയതിനെല്ലാം വിളിപ്പാടകളെ നിർത്തിയ യേശുനാഥനെ പോലെ ആധുനിക ലോകം വച്ചു നീട്ടുന്ന സുഖഭോഗങ്ങളുടെ അപ്പക്കഷ്ണങ്ങൾ തട്ടിമാറ്റാനുള്ള ഊർജം ഈ നോമ്പുകാലത്തിൽ നിന്നും നാം കരഗതമാക്കേണ്ടിയിരിക്കുന്നു. ലാളിത്യത്തിന്റെ മാതൃകയാണ് ഓരോ നോമ്പുകാലവും നമുക്ക് മുന്നിൽ വരച്ചിടുന്നത്. നവമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ അതിപ്രസരത്തിൽ ഈ ലോകം വച്ചു നീട്ടുന്ന പ്രലോഭനങ്ങളുടെ നടുവിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാനും ആത്മാവിന് നിത്യരക്ഷയേകുന്ന ദൈവവചനത്തിന്റെ മാധുര്യം ആസ്വദിച്ച് ഈശോയിൽ അഭയം പ്രാപിക്കാനും നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സ്വന്തം സമയമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് യേശുനാഥൻ കാണിച്ചു തന്ന ലാളിത്യത്തിലേക്ക്, പ്രലോഭനങ്ങൾക്ക് മുന്നിലുള്ള ആത്മനിയന്ത്രണത്തിലേക്ക് നടന്നെടുത്തുകൊണ്ട് ഈ ലോകം വച്ചു നീട്ടുന്ന മായിക സൗഭാഗ്യങ്ങൾക്ക് മുന്നിൽ കണ്ണുമഞ്ഞടയ്ക്കാതെ ഈശോയിൽ ആത്മനിർവൃതി പ്രാപിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.